ഗിരിയേട്ടാ, എത്ര നേരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോട് പറയുന്നു ഇനി വഴക്കൊന്നും വേണ്ട, കോംപ്രമൈസ് ചെയ്യാൻ. സർ, റോഡിൽ വെച്ചുണ്ടായ സംഭവം അങ്ങ് മറന്നുകളാം. സാർ എപ്പോഴും പറയുമല്ലോ, നന്ദിനി തനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ. പിന്നെ ഇതെന്താ ഞാൻ പറഞ്ഞ കേക്കാത്തെ? ഒന്ന് സംസാരിക്കും നിങ്ങൾ തമ്മില്, പ്ലീസ് സർ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്. ഞാനും മഞ്ജു ഇപ്പൊ നല്ല കൂട്ടാ, നിങ്ങളും അതുപോലെ ആവണ്ടേ? എനിക്കാരോടും കൂട്ടുകൂടാനൊന്നും വയ്യ. ഗിരിയേട്ടാ, ചുമ്മാ വാശി പിടിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, കാട്ടി വെച്ച് നന്ദിനി എന്റെ ജീവൻ രക്ഷിച്ചത്. അങ്ങനെ ജീവൻ രക്ഷിച്ച ആളോട് നമ്മൾ നന്ദി കാണിക്കണ്ടേ? അതിന് ഞാൻ നന്ദിനിയോട് നന്ദി പറഞ്ഞല്ലോ. നന്ദിനി, ഇവർ രണ്ടുപേരും ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ വാ. അയ്യോ, അപ്പോ സുമംഗലി പൂജ കഴിയണ്ടേ? കഴിയാൻ നിൽക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തില്ലെങ്കിലേ ഞാനും മഞ്ജു ഇന്ന് തിരിച്ചു പോകും. അതെ. കൈ കൊടുത്ത് പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നുണ്ടോ അതോ ഞങ്ങൾ തിരിച്ചു പോണോ? പൂജ പൂർത്തിയാവാതെ തിരിച്ചു പോണ്ട. അതിനുവേണ്ടി ഒരു കോംപ്രമൈസിന് വേണമെങ്കിൽ ഞാൻ തയ്യാറാ. ഇത്രയും ദിവസം കഷ്ടപ്പെട്ടിട്ട് ജയിച്ച മത്സരം പൂർത്തിയാകാതെ പോകണ്ട. ഞാനും വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം. ഇതേ ഞങ്ങളോട് പറഞ്ഞാ പോരാ. രണ്ടുപേരും തമ്മിലൊന്ന് കൈ കൊടുത്തേ. കൈ കൊടുക്ക് സാർ.